എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഹീറോയുടെ ടീം പറയുവാണ് ആരെങ്കിലും ജീവനോടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ 3 പ്രാവശ്യം തട്ടണമെന്ന്. പവർ പ്ലാന്റിൻ്റെ ഓണർ ആണെങ്കിൽ എൻ്റെ വൈരം അവിടെ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റുന്നൊക്കെ രീതിയിൽ അവരെ കൊണ്ട് അത് തുറപ്പിക്കാൻ നോക്കുവാണ്. നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പോയിട്ട് പറയുവാണ്, നിങ്ങൾ ഈ സ്ഥലത്ത് നോക്കുന്നതിനെക്കാട്ടി നല്ലത് എൻ്റെ ചീഫ് മാനേജറുള്ള ആ സ്ഥലത്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അവിടെ ആണെങ്കിൽ എൻ്റെ കുറേ ഫയൽസ് ഉണ്ട്, അതും എനിക്ക് പുറത്ത് എടുക്കാമെന്ന് പറയുന്നു. അപ്പം നമ്മുടെ സെക്കൻഡ് ഹീറോ പറയുകയാണ് ഇത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും മോശമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എർത്തുകേക്ക് നടന്നതിന് ശേഷം നമ്മൾ ആ ബിൽഡിങ്ങിലോട്ട് കയറുന്നതാണ്. ഇവിടുത്തെ പാറകളും എല്ലാം നല്ല ലൂസായിട്ടിരിക്കുവാണ്. അയാൾ എന്നിട്ടും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ ഒരു തടിക്കഷ്ണം എടുത്തിട്ട് ആ ബിൽഡിങ്ങിൽ ഒരു കൊട്ട് കൊടുക്കുവാണ്. അപ്പം ഫുള്ളായിട്ട് അങ്ങ് കുലുങ്ങി ഓരോന്നൊക്കെ വന്ന് തറയിൽ വീഴുവാണ്. ആർമി ടീമാണെങ്കിൽ അകത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാനായിട്ട് മൈക്കൊക്കെ വെച്ച് ഏതെങ്കിലും ഫ്രീക്വൻസി ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുവാണ്. കുറേ നേരമായിട്ടൊരു അനക്കവും ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നതായിട്ട് അവർ നോട്ട് ചെയ്യുവാണ്. അകത്ത് ആരോ ഉള്ളതുപോലെ എനിക്ക് സിഗ്നൽ കിട്ടുന്നുണ്ടെന്ന് പറയുവാണ്. ഉള്ളിൽ അകപ്പെട്ടിരുന്ന അസിസ്റ്റന്റ് മാനേജറും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളും അന്ന് മുഴുവനും ആ കല്ല് വെച്ച് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. യുഷിൻ പറയുവാണ് നമുക്ക് എയർ ബാഗ്സ് ഉപയോഗിച്ചാൽ എന്താ, അതുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും പോയി രക്ഷിക്കാൻ പറ്റും. അതുപോലെ 4 എയർ ബാഗ്സ് വെച്ചിട്ട് നമുക്ക് പാറകളെ പൊക്കാം. അപ്പോൾ ഡേയോൺ പറയുവാണ് സാർ നമ്മുടെ കയ്യിൽ ഒരു എയർ പമ്പ് മാത്രമേ ഉള്ളൂ, അത് വെച്ചിട്ട് അങ്ങനെ നമുക്ക് 4 എണ്ണം ഫിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ യുഷിൻ പറയുകയാണെങ്കിൽ നമുക്ക് 3 പമ്പ് വെള്ളം ഉപയോഗിച്ച് ചെയ്യാം, ഒരു ബോഡി ഉള്ളിൽ പോകുന്ന രീതിക്ക് മാത്രം നമുക്ക് ചെയ്യാം. അങ്ങനെ അവരുടെ റെസ്ക്യൂ എല്ലാം തുടങ്ങുവാണ്. അങ്ങോട്ടേക്ക് ഓടി വരുന്ന ഒരു സോൾജർ ഡോക്ടറിൻ്റെ അടുത്ത് പറയുവാണ് ഡാനിയൽ ഈ ഫോൺ നിങ്ങളുടെ കയ്യിൽ തരാൻ പറഞ്ഞു. ലൈനിലുള്ള ഡാനിയൽ ചോദിക്കുവാണ് എനിക്ക് നിങ്ങളുടെ പെർമിഷൻ വേണം, നിങ്ങളുടെ ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ ഓപ്പൺ ചെയ്തോട്ടെ. ഇവിടെയുള്ള മാനേജർ നിങ്ങളുടെ ഓപ്പറേഷൻ തിയേറ്റർ എനിക്ക് തരുന്നില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് സർജറി വെളിയിൽ വെച്ച് തന്നെ ചെയ്യേണ്ടി വരും. ഇവരെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഇവരുടെ ജീവൻ നഷ്ടമാകും. ഇത് കേട്ട ഹീറോയിൻ പറയുവാണ് അടുത്ത് നിൽക്കുന്ന മാനേജറുടെ കയ്യിൽ നിങ്ങൾ ഫോൺ കൊടുക്കാൻ. നിന്റെ മനസ്സിൽ നീ എന്താ കരുതി വെച്ചേക്കുന്ന VIP-കൾക്ക് മാത്രമേ നമ്മൾ സർജറികളൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നാണോ? ജീവൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, എല്ലാവരുടെയും ജീവൻ നമ്മൾ രക്ഷിക്കണം. പെട്ടെന്ന് തന്നെ എൻ്റെ ഓപ്പറേഷൻ തിയേറ്റർ നീ ഓപ്പൺ ചെയ്ത് കൊടുക്കുക, ഡാനിയൽ അകത്ത് പോയി ഓപ്പറേഷൻ ആരംഭിക്കട്ടെ. ഡാനിയൽ ഇതിന് നന്ദി പറഞ്ഞിട്ട് എൻ്റെ വൈഫിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാം, അവളൊരു നേഴ്സാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഹെൽപ്പ് ചെയ്യും. ഇവിടെ നടക്കുന്നതെല്ലാം തന്നെ നമ്മുടെ യൂഷിജനും ഇയർഫോൺസിലൂടെ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ നല്ല ബ്രേവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ കേട്ടിട്ട് അവന് വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങോട്ടേക്ക് വരുന്ന ചീഫ് മാനേജർ പറയുവാണ് നിങ്ങളെന്ത് ഈ ഓട്ടയ്ക്കുള്ളിലൂടെ കയറി പോകാൻ പോവുകയാണോ? ജീവനിൽ കൊതിയുള്ള ആരും ഇതിലൂടെ കയറിപ്പോകില്ല എന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് വരുന്ന നമ്മുടെ ഹീറോ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിൽ കൂടി പോയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ 2 ഹീറോസും അതിനുള്ളിലേക്ക് കയറുവാണ്. ആർമി ടീം എല്ലാവരും തന്നെ ഉള്ളിൽ അകപ്പെട്ടിരുന്ന ആൾക്കാരെ എല്ലാം വെളിയിൽ കൊണ്ടുവരുവാണ്. നമ്മളുടെ മെഡിക്കൽ ടീമും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും തന്നെ കൊടുക്കുന്നുണ്ട്. വെളിയിൽ വന്ന ഒരാൾ പറയുകയാണ് അവിടെ അസിസ്റ്റന്റ് മാനേജർ കുടുങ്ങി കിടക്കുവാണ്, നിങ്ങൾ അയാളെ രക്ഷിക്കണം, അയാൾ എന്നെക്കാട്ടിൽ കുറച്ചുകൂടി താഴ്ന്ന് കിടക്കുവാണെന്ന്. നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ ആണെങ്കിൽ റെസ്ക്യൂ നടന്ന സ്ഥലത്ത് തന്നെ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ ഫസ്റ്റ് ഹീറോയിനും വരുവാണ്. പെട്ടെന്ന് അയാളുടെ പൾസ് ലോ ആവുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഹീറോയിൻ ആണെങ്കിൽ അയാളുടെ നെഞ്ചിൽ ഇടിച്ചിട്ട് അയാളുടെ പൾസ് വീണ്ടെടുക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് രീതിയിൽ നടക്കുന്നത് കണ്ടിട്ട് നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ അങ്ങനെ ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. സെക്കൻഡ് ഹീറോയിൻ പറയുവാണ് ഇയാൾക്ക് നമ്മൾ ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ നടത്തണം, ഇയാളുടെ പൾസൊക്കെ നോർമലായി, പക്ഷേ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അത് ഇയാളുടെ ജീവന് തന്നെ ആപത്തായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ഹീറോയിൻ പറയുവാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് സർവീസ് ഒന്നും ഇപ്പോൾ ഇല്ല, ആ സ്ഥലമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്, ഇയാൾക്കിപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അത് ഇവിടെ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് കേട്ട് നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഇയാളുടെ പുറത്ത് മൊത്തം സിമെൻ്റാണ്, ഒരുപക്ഷെ നമ്മളിപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഇയാളുടെ പുറം കീറുവാണെങ്കിലും നിറയെ സിമെൻറ്റ് പൊടികൾ ഉള്ളത് കൊണ്ട് സെപ്റ്റിക് ആവാൻ തുടങ്ങും. ഇത് കേൾക്കുന്ന ഫസ്റ്റ് ഹീറോയിൻ പറയുവാണ് അങ്ങനെയാണെങ്കിൽ നീ ഇയാളെ ഇവിടെ തന്നെ മരിക്കാൻ വിടുവാണോ? സെപ്റ്റിക് ആകുന്നതെല്ലാം പിന്നെ നോക്കാൻ, നമുക്ക് ആദ്യം ഇയാളുടെ ജീവനാണ് രക്ഷിക്കേണ്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഒത്തിരി സാനിറ്റൈസേഴ്സ് ഇല്ലേ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, ഇയാളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം, ഈ ഒരു അവസ്ഥയിൽ ഇതേ പറ്റുമെന്ന് പറയുന്നു. ഇത് നിൻ്റെ പേഷ്യൻ്റാണ്, നീയാണ് തീരുമാനം എടുക്കേണ്ടത്, ഇയാളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ വെളിയിൽ കൊണ്ടുപോയിട്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം തുടങ്ങണം. ഹീറോയിനോട് കൊളീഗാണെങ്കിൽ ഒരു സ്ത്രീ അവിടെ പെട്ടിരിക്കുന്നത് കാണുവാണ്. അങ്ങനെ അവരെ അവിടെ നിന്ന് രക്ഷിച്ച് വരുവാണ്. അപ്പോൾ അവരുടെ കാലിൽ നല്ല കട്ടകളെല്ലാം വന്ന് വീണത് കൊണ്ട് തന്നെ കാല് തിരിഞ്ഞിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അനസ്തേഷ്യ കൊടുത്തിട്ട് തൻ്റെ കൈ കൊണ്ട് തന്നെ ആ തിരിവ് തിരിക്കാമെന്ന് വിചാരിക്കുവാണ്. അവർക്ക് അനസ്തേഷ്യ കൊടുക്കാമെന്നും പറഞ്ഞ് സൂചി എടുത്ത് വെക്കാനായിട്ട് വരുമ്പോഴത്തേക്കിനും ആ ലേഡി അത് കൈ കൊണ്ട് തട്ടി മാറ്റുവാണ്. ഇവന് പറ്റുന്ന രീതിയിൽ അവൻ ലാംഗ്വേജ് അറിയത്തില്ലെങ്കിലും അത് ആംഗ്യമെല്ലാം കാണിച്ച് അവരെ മനസ്സിലാക്കാൻ നോക്കുവാണ്. ആ ലേഡിയും ഇവൻ എന്തോ പറയുന്നതെന്ന് മനസ്സിലാവാതെ ഇരിക്കുവാണ്. പക്ഷേ അവൻ്റെ കയ്യിലോട്ടൊരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ ലേഡി പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ സ്കാൻ ചെയ്തത് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ആ ഡോക്ടറിന്. അപ്പോൾ ആ ഡോക്ടർ പറയുകയാണ് ഓ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരുന്നു, നിങ്ങളത് തട്ടി മാറ്റിയത് നല്ലതായി, പക്ഷേ നിങ്ങളുടെ കാലിൽ ഈ സൂചി വെക്കാതെ ഞാൻ തിരിക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് ഭയങ്കര വേദന അനുഭവപ്പെടും,
ഇനിയും കുറച്ച് നാളിൽ നിങ്ങളൊരു അമ്മയാവാൻ പോവുകയാണ്. ഈ വേദന നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി? അതിനാൽ ലേഡി തലയാട്ടുവാണ്. ഒരു മരുന്ന് പോലും കുത്തിവെക്കാതെ അവരുടെ കാല് ആ ഡോക്ടർ തിരിച്ചു വെക്കുവാണ്. ഒരു വിധത്തിൽ അസിസ്റ്റന്റ് മാനേജർ ഇരിക്കുന്ന സ്ഥലം അവർ കണ്ടുപിടിക്കുവാണ്. കുറേ നേരമായിട്ട് ഞാൻ എൻ്റെ കാല് അനക്കാതെ വെച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ എൻ്റെ കാലുള്ളതായിട്ട് പോലും അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നോക്കാൻ. നമ്മളുടെ ഡോക്ടറും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അയാളുടെ കാലിലെ പ്രവർത്തനമെല്ലാം നിന്നിരിക്കുന്നു മനസ്സിലാക്കുവാണ്. അസിസ്റ്റന്റ് മാനേജർക്കും ഡോക്ടറിൻ്റെ മുഖം കണ്ടിട്ട് മനസ്സിലാവുകയാണ്. ഹീറോയിൻ ചോദിക്കുകയാണ്, എപ്പോഴാണ് നിങ്ങൾ ആ കല്ലെല്ലാം മാറ്റാൻ പോകുന്നത്? അപ്പോൾ ഹീറോ പറയുകയാണ്, നമ്മളൊരു പ്രശ്നത്തിലാണ്. ഇവർ രണ്ടുപേരും പരസ്പരം കണക്റ്റ് ആയിട്ടിരിക്കുവാണ്. അസിസ്റ്റന്റ് മാനേജറിൻ്റെ മേളിൽ വീണിരിക്കുന്ന കല്ല് അവിടെ ഇരിക്കുന്ന റോഡുമായിട്ട് കണക്റ്റ് ആയിരിക്കുവാണ്. ഒരുപക്ഷെ നമ്മൾ ആ റോഡ് ഡ്രില്ല് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ അസിസ്റ്റന്റ് മാനേജറിൻ്റെ മുകളിൽ ഇനിയും കുറേ പാറകൾ വന്ന് വീഴും. ഇവരെ രണ്ടുപേരെയും നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. ആരുടെയെങ്കിലും ഒരാളുടെ ജീവൻ മാത്രമേ നമുക്ക് രക്ഷിക്കാൻ കഴിയൂ. ആ രണ്ടുപേരിൽ ഒരാൾ ആരാണെന്ന് പറയേണ്ടുള്ളത് നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് ഒരു ധർമ്മസങ്കടത്തിൽ വെക്കുവാണ്. ഹീറോയിൻ രണ്ടുപേരുടെ അടുത്തും പോയി സംസാരിക്കുവാണ്. അസിസ്റ്റന്റ് മാനേജറിൻ്റെ അടുത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്ന് പറയുവാണ്. അപ്പോൾ അസിസ്റ്റന്റ് മാനേജർ പറയുവാണ്, ഈ ഫീൽഡിൽ ഞാൻ ഏകദേശം 30 വർഷത്തിന് മുകളിലായിട്ട് ജോലി ചെയ്യുവാണ്. ഒരാളുടെ മുഖം കണ്ടാൽ എനിക്ക് എന്തുവാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ രണ്ടുപേരിൽ ഒരാളെ മാത്രമല്ലേ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയൂ, എനിക്കത് മനസ്സിലായി. ഞാനിവിടെ 30 വർഷത്തിന് മുകളിലായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ കുട്ടികളെയും എനിക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഇതിന് ശേഷം എനിക്ക് കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടെന്ന് തോന്നുന്നു. ഇനി എനിക്ക് റെസ്റ്റ് ചെയ്യാമെന്ന് ഇമോഷണലായിട്ട് പറയുവാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ അങ്ങനെ കരച്ചിൽ വരുവാണ്. അടുത്ത ആളെ നോക്കുമ്പോൾ അയാൾ ഹീറോയിൻ്റെ അടുത്തോട്ട് പറയുവാണ്, നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ ഞാൻ കേൾക്കാം. ഞാൻ അടത്തും അനങ്ങത്തും ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ ഇരുന്നോളാം. ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കുക, എനിക്ക് ജീവിക്കണമെന്ന് പറയുക. നമ്മളുടെ സെക്കൻഡ് ഹീറോയും ടീമും കൂടി വേറെ ചിലരെ രക്ഷിക്കാനായിട്ട് പോയേക്കുവാണ്. ഇവിടെ നിറയെ ഓക്സിജൻ ടാങ്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ പോയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് തിരിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മുടെ സെക്കൻഡ് ഹീറോ താഴെയുള്ളൊരു കുഴിയിൽ അകപ്പെട്ട് താഴോട്ട് വീഴുവാണ്. ഇവിടെ നടക്കുന്നതെല്ലാം തന്നെ വെളിയിൽ സാറ്റലൈറ്റ് ഫോണിൽ കേൾക്കുവാണ്. സോൾജർക്കും സോൾജർ ഡേയോണിന് എന്തെങ്കിലും പറ്റിയോ, എന്തോ സൗണ്ട് കേൾക്കുന്നു എന്ന് പറയുവാണ്. ഇത് കേട്ടിട്ട് സെക്കൻഡ് ഹീറോയിൻ ആണെങ്കിൽ ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ സർജറി ചെയ്തുകൊണ്ടിരിക്കുവാണ്. അകത്ത് വീണ നമ്മുടെ ഹീറോ ആണെങ്കിൽ എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുവാണ്. അങ്ങനെ ആ സോൾജർ അപ്ഡേറ്റ് കൊടുക്കുവാണ്, നമ്മളുടെ ഡേയോണിനൊന്നും പറ്റിയിട്ടില്ല എന്ന്. അപ്പോൾ ഹീറോയിൻ പറയുവാണ്, ദയവ് ചെയ്ത് നീ എൻ്റെ അടുത്ത് ഒരു അപ്ഡേറ്റും പറയാതെ എൻ്റെ ഈ സർജറിയിലുള്ള ശ്രദ്ധ മൊത്തം മാറ്റാതെയെന്ന്. നമ്മളുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുവാണ്, ആരെ രക്ഷിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോന്ന്. അപ്പോൾ ഹീറോയിൻ പറയുവാണ്, ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ, ഒരുപാട് ഡിസാസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, തീർച്ചയായിട്ടും നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? നമ്മളുടെ ഹീറോ ആണെങ്കിൽ വേറെ വഴിയില്ലാതെ പറയുവാണ്, നിങ്ങൾ വെറും ഡോക്ടേഴ്സാണ്, അല്ലാതെ ദൈവങ്ങളൊന്നും അല്ല. ഇവിടെ നമ്മൾ ഒന്നും മാറ്റിയും തിരിച്ചും ഒന്നും വെക്കുകയല്ല. നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവരെ രണ്ടുപേരെ ഇവിടെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ രണ്ടുപേരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. നമ്മളുടെ മെഡിക്കൽ ടീം മൊത്തം കമ്പി കൊണ്ട് അയാളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനർത്ഥം അസിസ്റ്റന്റ് മാനേജർ അയാളുടെ ജീവൻ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തിരിക്കുകയാണ്. ഹീറോ അയാളുടെ പേഴ്സ് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. അത് അയാളുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് ആ ബോക്സ് അടയ്ക്കുകയാണ്. എന്നിട്ട് അയാൾക്ക് സല്യൂട്ടും കൊടുക്കുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് കേണൽ വന്നിട്ടുണ്ട്, പുതിയൊരു ടീമിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയി റെസ്റ്റ് എടുത്തോളം പറഞ്ഞ് അവരെ പറഞ്ഞയക്കുവാണ്. നീണ്ട ഒരു പോരാട്ടത്തിന് ശേഷം നമ്മളുടെ ആർമി ടീം അവരുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളുടെ രണ്ട് ഹീറോസും പറയുകയാണ്, ഇത്രയും നേരം നമ്മൾ ജീവന് വേണ്ടി പോരാടി, ഇനി നമ്മൾ ഫുഡിന് വേണ്ടിയാണ് പോരാടേണ്ടുള്ളത്. ഇവിടെ നമ്മളുടെ കയ്യിൽ അത്രയ്ക്ക് ഫുഡൊന്നും ഇരിപ്പില്ലാന്ന്. നമ്മളുടെ രണ്ട് ഹീറോസും ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോട്ടലിലോട്ട് പോകുമായിരുന്നു. ആ പെണ്ണ് അവിടെ വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് ആ പെണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പെണ്ണ് പറയുകയാണ്, ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടുന്നത് വളരെ പ്രയാസമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിച്ചിട്ട് മിച്ചം വെക്കുന്നതിൻ്റെ അത്രയും രീതിക്ക് ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നീണ്ട ഒരു പോരാട്ടത്തിന് ശേഷം ക്ഷീണിച്ച എല്ലാ സോൾജേഴ്സും അവിടെ ഭക്ഷണം കഴിക്കുവാണ്. അവിടേക്ക് വരുന്ന നമ്മുടെ ഹീറോ പറയുവാണ്, ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലെന്ന് നിങ്ങളുടെ വീടുകളിൽ അറിയിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കാവുന്നതാണ്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ ആഹാരം കഴിച്ചിട്ട് ഉറങ്ങുക. ഇന്ന് നടന്നതിനെക്കുറിച്ച് ആരും ഓർക്കരുത്. ഓർത്താൽ നിങ്ങൾക്ക് ആർക്കും ഉറങ്ങാൻ കഴിയില്ല. നമ്മളുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ ഒരു വിധത്തിൽ മുഖമൊക്കെ കഴുകിയിട്ട് നിൽക്കാൻ നേരത്ത് അവിടേക്ക് വരുന്ന സെക്കൻഡ് ഹീറോയിൻ ആണെങ്കിൽ കഴുത്തിലുണ്ടായിരുന്ന ടവൽ വെച്ചിട്ട് ഹീറോയിൻ്റെ മുഖം തുടച്ചു കൊടുക്കുകയാണ്. ഹീറോയിൻ ചോദിക്കുവാണ്, ഇവിടേക്ക് വരുന്ന തീരുമാനം നിൻ്റേതാണോ അതോ എൻ്റെ അച്ഛൻ്റേതാണോ എന്ന്. അപ്പോൾ ഹീറോ പറയുവാണ്, അത് തീർച്ചയായിട്ടും നിൻ്റെ അച്ഛൻ്റെ തീരുമാനം തന്നെയാണ്. ഒരു നല്ല റെസ്ക്യൂ ടീമിനെ ഇങ്ങോട്ട് അയക്കേണ്ടതെന്നത് നിൻ്റെ അച്ഛൻ്റെ ഡ്യൂട്ടിയാണ്. അദ്ദേഹം നിന്നെക്കുറിച്ച് ഓർത്തിട്ട് വളരെ വിഷമത്തിലായിരിക്കും. നീ ഫോൺ ചെയ്ത് സംസാരിക്കണം. സെക്കൻഡ് ഹീറോയിൻ ചോദിക്കുകയാണ്, അപ്പോൾ നിനക്ക് എന്നെക്കുറിച്ച് ഓർത്തിട്ട് ഒരു വിഷമവും ഇല്ലേ? ഞാൻ ഒരു പക്ഷെ മരിച്ചു വരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ഏയോൺ പറയുവാണ്, ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് ഓടി ഒളിച്ചതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്.
ഹീറോയിൻ ചോദിക്കുകയാണ് ഈ സ്ഥലത്ത് തന്നെ നിൽക്കുവാണോ എന്ന്. അപ്പോൾ നമ്മുടെ ഡേവൺ ആണെങ്കിൽ ഹീറോയിനെ ഹഗ് ചെയ്യുവാണ്. ഡോക്ടർ സോങ് കോയിൻ്റെ അടുത്ത് ചോദിക്കുവാണ് ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യായിരുന്നു എന്ന്. അപ്പോൾ നഴ്സ് കോ പറയുകയാണ് അത് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഡോക്ടർ പറയുകയാണ് നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, 1030. ഇത് തിരിച്ചൊന്ന് പറഞ്ഞ്. നഴ്സും ആ നമ്പർ തിരിച്ച് പറയുവാണ് 1030. ഈ നമ്പർ നല്ല ഓർമ്മയിൽ വെച്ചേക്കണം. ഇതെൻ്റെ ലാപ്ടോപ്പ് പാസ്വേഡാണ്. എൻ്റെ ലാപ്ടോപ്പിൽ ഒരു ഫോൾഡറുണ്ട്. ആ ഫോൾഡറിലുള്ള വീഡിയോസ് എല്ലാം ഞാൻ മരിച്ചതിന് ശേഷം നീ ഡിലീറ്റ് ചെയ്യണം. എനിക്ക് വേണ്ടി നീ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യണം. ഹീറോയിൻ ആണെങ്കിൽ പരിക്ക് പറ്റിയ എല്ലാവരെയും തന്നെ ചെക്ക് ചെയ്യുവാണ്. റോഡ് കുത്തിക്കേറിയ ആളെ രക്ഷിച്ചിട്ടുണ്ട്, പ്രഗ്നന്റ് ലേഡി നല്ലതായിട്ടുണ്ടോ എന്നൊക്കെ നോക്കുവാണ്. ഹീറോയിൻ മരിച്ചുപോയവർക്ക് എല്ലാവർക്കും വേണ്ടി മെഴുകുതിരി കത്തിച്ചു വെക്കുവാണ്. അവിടെ നിന്ന് നടന്നുപോയ ഹീറോയിൻ എർത്തുകയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എത്ര സന്തോഷമായിട്ടായിരുന്നു എല്ലാവരും നടന്നിരുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് കരയുവാണ്. നമ്മുടെ ഹീറോയിൻ ഫീൽ ചെയ്യുന്നത് കണ്ട് നിൽക്കുവാണ്. അങ്ങോട്ടേക്ക് വരുന്നൊരു സോൾജർ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് പരിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അപ്പോൾ ഹീറോ ഇത് കുഴപ്പമില്ല എന്ന് പറയുകയാണ്. ഇത് കണ്ടിട്ട് ഹീറോയിൻ പറയുക ഇത് ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഹീറോയ്ക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീറോയിൻ പറയുകയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന്. അപ്പോൾ ഹീറോ പറയുകയാണ് ഓ നിനക്കത് കേൾക്കാൻ പറ്റുമോ, ഞാൻ വളരെ സൈലൻ്റ് ആയിട്ടാണല്ലോ പറഞ്ഞത്. ഹീറോ പറയുകയാണ് ഈ സ്ഥലത്ത് നീ ഇരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, എൻ്റെ കൂടെ ചേർന്ന് പോരാടിയതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. നമ്മളുടെ ഹീറോയിൻ പറയുകയാണ് എനിക്കൊരു ജോക്ക് കേൾക്കണമെന്നുണ്ട്, പറയോ? ഹീറോ പറയുകയാണ് നീ നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ് നിങ്ങൾ എന്നെ കണ്ടതുപോലും ഇല്ലല്ലോ, ഞാൻ നിങ്ങളുടെ പുറകെ നിൽക്കുമല്ലേ. അപ്പോൾ ഹീറോ പറയുകയാണ് നീ എൻ്റെ പിന്നിൽ നിന്നാലും എനിക്ക് നിന്നെ കാണാൻ കഴിയും, നീ വളരെ സുന്ദരിയാണ്, എപ്പോഴും നീ സുന്ദരിയാണെന്ന്. ഹീറോ പറയുകയാണ് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, ഞാൻ നിന്നെ മറക്കണമെന്ന് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ വീണ്ടും വീണ്ടും നിൻ്റെ ഓർമ്മകളാണ് എനിക്ക് വരുന്നത്. എന്നിട്ട് ഹീറോ പറയുകയാണ് ഇത് ജോക്കൊന്നുമല്ല, നീ ഒന്നും കൂടി ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് തൻ്റെ പ്രപ്പോസ് അവിടെ ഹീറോയിൻ്റെ മുമ്പിൽ ഒന്നും കൂടി പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് എൻ്റെ ആയിരിക്കുകയാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.